കേരള സർവകലാശാല കലോത്സവത്തിലെ കോഴാരോപണത്തിൽ എഫ്ഐആർ പുറത്ത്. മരിച്ച വിധികർത്താവ് PN ഷാജിയാണ് ഒന്നാം പ്രതി. ജോമറ്റ്, സൂരജ് എന്നീ നൃത്ത പരിശീലകർ 2ഉം 3ഉം പ്രതികളാണ്. വിധികർത്താവായ PN ഷാജി നൃത്ത പരിശീലകരുടെ സ്വാധീനത്തിന് വഴങ്ങിയെന്നും പ്രതികൾ സർവകലാശാലയോടും വിദ്യാർത്ഥികളോടും കുറ്റകരമായ വിശ്വാസവഞ്ചന ചെയ്തുവെന്നുമാണ് എഫ്ഐആർ ഉള്ളത്. വിശ്വാസവഞ്ചന ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. വിവരങ്ങളുമായി അഖിൽ ഷാ അൻസാർ ചേരുന്നു. അഖിൽ, കെട്ടതിനപ്പുറം കുറച്ചുകൂടി ആഴത്തിൽ, കുറച്ചുകൂടി ഗുരുതരമായ ഒരു നെറ്റ്വർക്കിലൂടെ ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു മാഫിയയുടെ സൂചന എഫ്ഐആർ നൽകുന്നുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഹഷ്മി. അതായത് ഈ കലോത്സവം നടക്കുന്ന ഈ ആരോപണം ഉണ്ടാകുന്ന സാഹചര്യത്തിലും SFI ഉൾപ്പെടെയുള്ളവർ ആരോപിച്ചത് ഇത്തരത്തിൽ ഇതിന് പിന്നിൽ വലിയൊരു സംഘം തന്നെയുണ്ട്. ഇത്തരത്തിൽ കോഴ വാങ്ങി വിദ്യാർത്ഥികൾക്ക് മാർക്ക് കൂട്ടി നൽകുന്നുള്ളൊരു ആരോപണം നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ അതൊരു പരാതിയായി വരികയും ഈ 3 പേരെ, അതായത് വിധികർത്താവിനെയും അതുപോലെ തന്നെ പരിശീലകരെയും അടക്കം 3 പേരെ തിരുവനന്തപുരം കണ്ടോൺമെൻറ് പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നാലെ അവരെ വിട്ടയക്കുകയും ചെയ്യുന്നത്. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ അതിൻ്റെ FIR പുറത്തു വന്നിരിക്കുന്നത്. ഒന്നാം പ്രതിയായി ഇന്നലെ രാത്രി മരിച്ച വിധികർത്താവിനെയാണ് പ്രതി ചേർത്തിട്ടുള്ളത്. ഈ ഷാജി എന്ന ആള് ഈ 2ഉം 3ഉം പ്രതികളുടെ വാക്കിന് വഴങ്ങുകയും ഈ പ്രതികൾ പരിശീലിപ്പിച്ചിരുന്ന വിദ്യാർത്ഥികൾക്ക് മാർക്ക് കൂട്ടി നൽകുകയും ചെയ്തു എന്നുള്ളതാണ് പോലീസ് FIRൽ കൃത്യമായി പറയുന്നത്. വഞ്ചന കുറ്റമടക്കം ചുമത്തിയാണ് ഗുരുതരമായ വകുപ്പുകളിട്ട് തന്നെയാണ് പോലീസ് ഇക്കാര്യത്തിൽ കേസും എടുത്തിരിക്കുന്നത്. ഹാഷ്മി. അഖിൽ ഷാ അൻസാറാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.